ഹായ് വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. സോഷ്യോളജിയിലെ +2 സോഷ്യോളജിയിലെ ഏറ്റവും അവസാനത്തെ പാഠമായിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്നുള്ള പാഠത്തിൻ്റെ ക്വിക്ക് റിവിഷൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ സെക്ഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ സീരീസിലെ സോഷ്യോളജിയുടെ അവസാന വീഡിയോ ആണ്. നാളെ പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്കൽ സയൻസിലെയും എക്കണോമിക്സിൻ്റെയൊക്കെ വീഡിയോസ്, ബിസിനസ് സ്റ്റഡീസിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യാൻ ധാരാളം ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ച് വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എഴുതി കമൻറ്റിൽ കാണുന്നതിൽ ഒരു സന്തോഷം. അപ്പോൾ നമുക്ക് നേരിട്ട് പാഠത്തിലേക്ക് പോകാം. ദ ലോജിക് ഓഫ് കളക്റ്റീവ് ആക്ഷൻ എന്ന പുസ്തകം എഴുതിയിട്ടുള്ള മാങ്കർ ഓൾസൺ ആണ്. ഓക്കെ, ചിപ്കോ പ്രസ്ഥാനം പരിസ്ഥിതി പ്രസ്ഥാനമാണ്. ഹിമാചൽ പ്രദേശിലെ അളകനന്ദ ഗ്രാമത്തിലാണ് ഇത്. ചിപ്കോ പരിസ്ഥിതി പ്രസ്ഥാനമാണ്. ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് എന്നാണ് 2000-ലാണ്. ജാർഖണ്ഡ് പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ബിർസ മുണ്ടയാണ്. ദെൻ വിഭവ സജ്ജീകരണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മെക്കാർത്തി സാൽഡാണ്. അതുപോലെ തന്നെ വിളവിൻ്റെ 2/3 തങ്ങൾക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ബംഗാളിലെ കൃഷിക്കാർ നടത്തിയ സമരമാണ് തോബാഗ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ തോബാഗ സത്യാഗ്രഹം, അല്ലെങ്കിൽ തോബാഗ സമരം എന്നുള്ളത്. ദെൻ സാമൂഹ്യം രാഷ്ട്രീയമായിട്ടുള്ള സമ്പ്രദായങ്ങൾ മാറ്റം വരുത്തുന്നതിന് വേണ്ടി സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ശ്രമിക്കുന്നു. അതായത് പരിഷ്കരണാത്മകമായിട്ടുള്ള റിഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ സാമൂഹ്യം രാഷ്ട്രീയമായിട്ടുള്ള സമ്പ്രദായങ്ങൾ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് പരിഷ്കരണാത്മകമായിട്ടുള്ള റിഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ. രാഷ്ട്രീയ അധികാരം നേടിയെടുക്കുന്നതുകൊണ്ട് സാമൂഹ്യ ബന്ധങ്ങളെ മാറ്റിയെടുക്കുന്നതിനായിട്ട് ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് വിപ്ലവാത്മകമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ. അതായത് രാഷ്ട്രീയ അധികാരം നേടിയെടുത്തുകൊണ്ട് സാമൂഹ്യ ബന്ധങ്ങളെ മാറ്റിയെടുക്കുന്നതിന് ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് വിപ്ലവാത്മക പ്രസ്ഥാനം എന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം എന്തിനു ഉദാഹരണമാണ്? വിമോചനാത്മകമായിട്ടുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളാണ്. ജൈവ വ്യവസ്ഥയുടെ സന്തുലന പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നുള്ള പ്രസ്ഥാനമാണ്. അതായത് ജൈവ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻ്റൽ ഇഷ്യൂസാണ്, പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളാണ്. ദെൻ നക്സൽബാരി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ചാരു മജുംദാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ സ്ഥാപിച്ചത് BP വാഡിയാണ്. നീതിയുള്ള ഒരു സമൂഹം വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള പദ്ധതി. ആഗോളവൽക്കരണത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്ന സംഘടനയാണ് വേൾഡ് സോഷ്യൽ ഫോറം എന്നുള്ളത്. സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കുള്ള എതിർ പ്രസ്ഥാനത്തിന് അതിന് ഉദാഹരണമാണ് ധർമ്മസഭ എന്നുള്ളത്. ഇപ്പോൾ ബീഹാറിലെ ചമ്പാരൻ ജില്ലയിൽ നീലം കർഷകർക്ക്, നീലം തോട്ട ഉടമകൾക്കെതിരെ സംഘടിപ്പിച്ച സമരമായിരുന്നു ചമ്പാരൻ മൂവ്മെൻറ്റ്. ഇതിൽ ഗാന്ധി ഇടപെടുന്നു. ദെൻ ഗുജറാത്തിലെ കർഷകർ നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് ഖേദ സത്യാഗ്രഹം. ഇതും 1918 ഗാന്ധി ഇടപെടുന്നുണ്ട്. ഗുജറാത്തിലെ ബർദോളിയിൽ നികുതി നിഷേധ സമരം, ബർദോളി സത്യാഗ്രഹം. ബർദോളി നേതാവായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. കിസാൻ സഭയുടെ അഖിലേന്ത്യാ സംഘടന അഖിലേന്ത്യാ കിസാൻ സഭയാണ്. ഇതിന് സ്വതന്ത്ര സമയത്ത് നടന്നിട്ടുള്ള കർഷക സമരങ്ങളാണ് തേബാഗ സമരവും തെലുങ്കാന സമരവും. ഓക്കെ, ഇതിന് ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ്. MP തോംസൺ ധാർമ്മിക സമ്പദ് വ്യവസ്ഥ. മാൻകർ ഓൾസനെ ദ ലോജിക് ഓഫ് കളക്റ്റീവ് ആക്ഷൻ. മെക്കാർത്തി സാൽഡ് വിഭവ സജ്ജീകരണ സിദ്ധാന്തം. ദെൻ ജെയിംസ് സ്കോട്ട് ദുർബലയുടെ ആയുധങ്ങൾ. ദെൻ ഗെയിംസ് ഓഫ് വേദ് ദ റീഇൻവെൻറ്റിംഗ് റെവല്യൂഷനാണ്. രാമചന്ദ്ര ഗുഹയുടെ പുസ്തകമാണ് അശാന്തവനങ്ങൾ. ജയപ്രകാശ് നാരായണൻ്റെ തിയറിയാണ് കംപ്ലീറ്റ് റെവല്യൂഷൻ, അല്ലെങ്കിൽ ടോട്ടൽ റെവല്യൂഷൻ, സമ്പൂർണ്ണ വിപ്ലവം എന്നുള്ളത്. ദെൻ മാർട്ടിൻ ലൂതർ കിങ് പൗരാകാശ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വാദിച്ച ആളാണ്. ദെൻ മാൽക്കം പത്താമന് ബ്ലാക്ക് പവർ പ്രസ്ഥാനമാണ്.
എന്താണ് സാമൂഹിക പ്രസ്ഥാനം എന്നുള്ളത് 2 മാർക്കിന് ചോദിക്കുന്നതാണ്. സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം ജനങ്ങൾ നടത്തുന്ന കൂട്ടായ പരിശ്രമങ്ങളെയാണ് നമ്മൾ സാമൂഹിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. സാമൂഹിക പ്രസ്ഥാനത്തിന് സവിശേഷതകൾ എന്തെല്ലാം? ഇത് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ പ്രധാന സവിശേഷതകൾ സുസ്ഥിരമായിരിക്കും, അതായത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതായിരിക്കും, കൂട്ടായ പ്രവർത്തനമായിരിക്കും, അതിൻ്റെ സംഘാടന ഉണ്ടാവും, നേതൃത്വം ഉണ്ടാവും, അതിനൊരു പൊതുവായ ഘടന ഉണ്ടാവും, പൊതുവായ ലക്ഷ്യങ്ങളും പ്രത്യായ ശാസ്ത്രം ഉണ്ടാവും, അതുപോലെ തന്നെ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള പൊതു സമീപനം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകളായിട്ട് പറയുന്നത്. ഇതിന് എതിർ പ്രസ്ഥാനങ്ങൾ എന്നാൽ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. സാമൂഹിക പ്രസ്ഥാനങ്ങൾ നിലവിലുള്ള അവസ്ഥക്ക് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവ നിലനിർത്താൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് എതിർ പ്രസ്ഥാനങ്ങൾ. ഉദാഹരണം, രാജാറാം മോഹൻ റോയും കൂട്ടരും സതി നിരോധിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങുമ്പോൾ സതി എന്നുള്ള സ്ത്രീകളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് സതി നിർത്തലാക്കുന്നതിനെതിരെ മുന്നോട്ട് നിന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ അവരാണ് എതിർ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ. ഉദാഹരണത്തിന് ധർമ്മസഭ എതിർ പ്രസ്ഥാനമാണ്. ഓക്കെ, ദെൻ 25ാമത്തെ ചോദ്യം, സാമൂഹിക പ്രസ്ഥാനങ്ങളെ പറ്റി പ്രധാന സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക. 2 പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ്. ഒന്ന് ആപേക്ഷിക തിരസ്കരണ സിദ്ധാന്തവും 2 മാൻകർ മാൾസിന്റെ സിദ്ധാന്തമാണ്. എന്താണ് ആപേക്ഷിക തിരസ്കരണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, ഒരു സാമൂഹ്യ വിഭാഗം മറ്റുള്ളവരെക്കാൾ മോശമാണ് തങ്ങളുടെ അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോഴാണ് സാമൂഹിക സംഘർഷം, സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് ഈ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഘർഷം സംഘടിതമായിട്ടുള്ള പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും കാരണമാകുന്നു എന്നുള്ളതാണ്. ദെൻ മാൻകർ മാൾസന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, മാൻകർ മാൾസനാണ് സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ളത്. സ്വാർത്ഥ താല്പര്യം പിന്തുടരുന്ന യുക്തിബോധമുള്ള വ്യക്തിയുടെ പ്രവർത്തനങ്ങളാണ് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നതെന്ന് ഓൾസൺ എന്ത് ചെയ്യുന്നു വാദിക്കുന്നുണ്ട്. വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി സാമൂഹിക പ്രസ്ഥാനത്തിൽ എന്ത് ചെയ്യുള്ളൂ, ചേരുള്ളൂ, അയാളുടെ നേട്ടമായിരിക്കും എന്ന്. ദെൻ 3ാമതൊരു സിദ്ധാന്തം കൂടി നമുക്ക് മെയിനായിട്ട് പഠിക്കാം. വിഭവ സജ്ജീകരണ സിദ്ധാന്തം. മെക്കാർത്തി സാൾട്ട് ഇവരാണ്, ഈ ചിന്തകരാണ് വിഭവ സജ്ജീകരണ സിദ്ധാന്തം. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ വിജയത്തിൻ്റെ അടിസ്ഥാനം വിഭവങ്ങൾ സജ്ജീകരിക്കുന്നതിലും അതിനുള്ള കഴിവിലുമാണ് എന്ന് അവർ വാദിച്ചു. ഈ നേതൃത്വം സംഘടനാപടവും വിനിമയ സൗകര്യങ്ങൾ എന്നിവയാണ് വിഭവങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങളുണ്ട്. ഇതും മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിമോചനാത്മകമായിട്ടുള്ള പരിവർത്തനം, അല്ലെങ്കിൽ പരിഷ്കരണാത്മകം, റിഫോർമേറ്റീവ് ആൻഡ് വിപ്ലവാത്മകം, റെവല്യൂഷണറി. അപ്പോൾ ഈ തരത്തിലുള്ള ഇതെന്തൊക്കെയാണ്? ആദ്യം വിമോചനാത്മകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ, വിമോചനാത്മകം അംഗങ്ങളുടെ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള അവബോധത്തിലും മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സാമൂഹ്യ പ്രസ്ഥാനത്തെയാണ് വിമോചനാത്മകം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ശ്രീനാരായണ ഗുരുയുടെ നേതൃത്വത്തിലുള്ള ഇവർക്കിടയിലുള്ള ഒരു ഇതാണ് അല്ലേ, അവരുടെ ഇടയിൽ ഉള്ള അനാചാരങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ളൂ. 2 പരിഷ്കരണാത്മകമായിട്ടുള്ള നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ ക്രമീകരണങ്ങൾക്ക് പടിപടിയായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയാണ് റിഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, പരിഷ്കരണാത്മകമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ദെൻ 3ാമത് വിപ്ലവാത്മക, റെവല്യൂഷണറി ഇൻസ്റ്റിറ്റ്യൂഷൻ. സാമൂഹിക ബന്ധങ്ങൾ സമൂലമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സാമൂഹിക പ്രസ്ഥാനങ്ങളാണ് വിപ്ലവാത്മകമെന്ന് വിളിക്കുന്നത്. രാഷ്ട്രീയ അധികാരം പിടിച്ചുപടുത്തിക്കൊണ്ട് ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാറുള്ളത്. ദെൻ 27ാമത്തെ ചോദ്യം, പഴയ സാമൂഹിക പ്രസ്ഥാനങ്ങളും പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ, പഴയതും പുതിയതുമായിട്ടുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം വ്യത്യാസമാണ്. 2 ലക്ഷ്യങ്ങളിൽ വ്യത്യാസമുണ്ട്. പഴയ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കുടെ കേന്ദ്ര ലക്ഷ്യം അധികാരത്തിൻ്റെ പുനഃസംഘടനയാണ്. പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ശുദ്ധമായ പരിസ്ഥിതി, ജീവിതത്തിൻ്റെ ഗുണമേന്മ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം. പഴയ കാലത്ത് സ്വാതന്ത്ര്യം, സമത്വത്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടിൽ പരിസ്ഥിതി, ജീവിതത്തിന് ഗുണമേന്മ എന്നിവ ലക്ഷ്യം നേടാനാണ്. രാഷ്ട്രീയ സ്വഭാവം നോക്കുകയാണെങ്കിൽ, പഴയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കേന്ദ്രസ്ഥാനം നൽകിയിരുന്നു. പാർട്ടി ഇതരായിട്ടുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പുതിയ. ഇന്ന് പൊളിറ്റിക്കൽ പാർട്ടീസിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഉദാഹരണം, പരിസ്ഥിതി കൂട്ടായ്മ, വനിതാ സംഘടനകളും അവരൊരു നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിട്ട് നിലനിൽക്കാനാണ്
നിലനിൽക്കുന്നത്. ഞാൻ വ്യാപ്തി നോക്കുകയാണെങ്കിൽ, അതിൻ്റെ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ, പഴയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ദേശാതിർത്തികളിൽ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ആഗോള സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വുമൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ചിപ്കോ പ്രസ്ഥാനം ഒരു പരിസ്ഥിതി പ്രസ്ഥാനം എന്ന നിലയിൽ വിശദീകരിക്കുക. ഇത് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചിപ്കോ പ്രസ്ഥാനം ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണ്. ഹിമാചൽ പ്രദേശിലെ അളകനന്ദ ഗ്രാമത്തിലെ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച് വനം മേഖലയുള്ള മരം മുറിക്കാൻ കരാറുകാർ എത്തിയപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ധാരാളം ഗ്രാമവാസികൾ മരത്തെ കെട്ടിപ്പിടിച്ച് നിന്ന് അവയെ സംരക്ഷിച്ചു. ഈ കാടുകളിൽ ഉപജീവനം നടത്തിയിട്ടുള്ള ഗ്രാമവാസികളാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നതിനും പാരിസ്ഥിതിക നാശത്തിനും എതിരെയായിരുന്നു ചിപ്കോ പ്രസ്ഥാനം ഉടലെടുത്തത്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ആശങ്ക, പരിസ്ഥിതി പ്രശ്നം, സാമൂഹിക അസമത്വം, രാഷ്ട്രീയ വൈമുഖ്യം, ഈ പ്രശ്നങ്ങളെല്ലാം ഈ പ്രസ്ഥാനത്തിലെ